ഹലോ, നമസ്കാരം. ഇത് നമ്മളെ വാർഡ്രോബ് ഡിസൈൻ ചെയ്യുന്ന മൂന്നാമത്തെ പാർട്ടാണ്. മൂന്നാമത്തെ വാർഡ്രോബാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോ നിലവിൽ നമുക്ക് എഞ്ചിനീയർ ഡിസൈൻ തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട സാധനം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആദ്യം സ്കെച്ചപ്പിലോട്ട് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് എഞ്ചിനീയർ തന്നിട്ടുള്ള മോഡല്. ഇതിനകത്ത് വാർഡ്രോബ് വിത്ത് പിന്നെ സ്റ്റഡി ടേബിൾ അടക്കമാണ് വരുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 സെന്റിമീറ്റർ സ്കേർട്ടിങ് കാണുന്നുണ്ട്. പിന്നെ ഈ ഡോറുമ്മ തന്നെ രണ്ട് മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത്. വുഡും പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ലാമിനേഷനും കൂടിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ സൈറ്റിന്റെ മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. ഒരു 150 വാർഡ്രോബിനും 150,40 വാർഡ്രോബിന് വരും. പിന്നെ ഒരു 90,40 മിറർ യൂണിറ്റിന് വരും. നമ്മളെ ഡ്രസ്സിംഗ് ഏരിയക്കും വരും. ഈ ഡ്രസ്സിംഗ് ഏരിയ തൽക്കാലം ഞാൻ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ വാർഡ്രോബ് 2:10 ഹൈറ്റിലോട്ട് നമുക്ക് പുഷ് ചെയ്യാം. ഓക്കെ, മൊത്തം 2:10 ഹൈറ്റിലാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ സൈറ്റിലോട്ട് ഉള്ള ലെവലിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് എഫ് അടിച്ച് ഫോളോമീറ്റർ എടുക്കുക, 2 സെന്റിമീറ്റർ ഓഫ്സെറ്റ് എടുക്കുക. അതിനുശേഷം ഇതിന് ബാക്കിലോട്ട് 2 സെന്റിമീറ്റർ പുഷ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ബോട്ടം സൈഡിൽ വരുന്ന പീസ് നമുക്ക് ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഒന്ന് ഡിലീറ്റ് ആയി കളയാം. നമുക്കല്ലെങ്കിൽ ഈ ബോട്ടം സൈഡിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുക. കാരണം സ്കേർട്ടിങ് കുറച്ചും കൂടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കാല് മുട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടി സ്കേർട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവത്തിനെ ഒരു 10 സെന്റിമീറ്റർ മുകളിലോട്ട് പുഷ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് 2 സെന്റിമീറ്റർ, ഒരു 3 സെന്റിമീറ്ററും കൂടി ബാക്കിലോട്ട് പുഷ് ചെയ്ത്, അപ്പൊ ഒരു മൊത്തം 5 സെന്റിമീറ്റർ അവിടെ ഗ്യാപ്പ് ആയില്ലേ. ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക, Ctrl+Shift+V അടിച്ച് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെ അതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എഫ് അടിച്ചിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുക, ഒരു 0.2 കൊടുക്കുക. എന്നിട്ട് സെന്റർ ഭാഗത്തെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു പീസിനെ നമുക്ക് ഡിലീറ്റ് ആയി കളയാം. അതിനുശേഷം ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ച് by 3 അടിക്കുക. അപ്പൊ 3 പീസായിട്ട് കിട്ടും. എന്നിട്ട് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 0.1ഉം അല്ലെങ്കിൽ ഒരു 0.2 കൊടുക്കുക. ഇങ്ങോട്ടേക്ക് ഒരു 0.4ഉം കൊടുക്കുക. അപ്പോൾ കറക്റ്റ് 0.4ന്റെ ഒരു ഗ്യാപ്പ് കിട്ടും. എന്നിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ലൈന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആയി കളയാം. അതിനുശേഷം ഈ ഒരു പീസിനെ ഒരു 2 സെന്റിമീറ്റർ തിക്നെസ് കൊടുത്തിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് എ കോമ്പോണന്റ് ആക്കുക. കോമ്പോണന്റ് എടുക്കുമ്പോൾ മാക്സിമം പിന്നെ പേര് കാര്യങ്ങൾ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുക, എപ്പോഴും നല്ലത്. എന്നിട്ട് ഇതിന്റെ കോപ്പി എടുക്കുക, ഇവിടെ കൊടുന്ന് വെച്ചിട്ട് by 2 അടിച്ച് 3 ഡോറായി. ഈ എക്സ്ട്രാ വന്നിട്ടുള്ള പീസ് നമുക്ക് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ആയി കളയാം. ഈ ഡോറും ഈ ഒരു പിക്ചറും കൂടി സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഐസൊലേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഡോർ സെലക്ട് ചെയ്തിട്ട് ഈ താഴെ ഫുള്ള് ലൈന് സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിലോട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 2, 4, 6, ഒരു 60 സെന്റിമീറ്റർ കൊടുക്കുക. അതിനുശേഷം ഒരു 20 കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് മുകളിലും താഴെയും ഒരു കളർ സെയിം കളർ അപ്ലൈ ചെയ്യുക. സെന്ററിൽ വരുന്ന ഭാഗത്ത് നമുക്ക് വേറെ സെപ്പറേറ്റ് കളർ അപ്ലൈ ചെയ്യാം. ഇവിടെ വുഡിന്റെ ഇത് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, ഈ വുഡിന്റെ കളർ തന്നെയാണ് ഇതിന്റെ ബോഡിക്ക് വരുന്നത്. അപ്പൊ ബോഡിക്ക് അത് ആ കളർ കൊടുക്കുക. ഇത് വുഡ് ആയതുകൊണ്ട് തന്നെ ഈ കോർണറിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കേണ്ടി വരും. എന്നാലാണ് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് അതും കൂടി സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ വരുന്നത് നോർമൽ ഹാൻഡിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 സെന്റിമീറ്റർ ടാപ്പ് കൊടുത്ത് വരയ്ക്കുക. വീണ്ടും 2 സെന്റിമീറ്റർ തിക്നെസ് വരച്ചിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 2, 4, ഒരു 60 സെന്റിമീറ്ററിന്റെ ഡോർ ഹാൻഡിലാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടാപ്പ് കൊടുത്ത് ഒരു ലൈൻ വരച്ചിട്ട് താഴോട്ട് ഒരു 60 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 60ന്റെ ഒരു ബോക്സ് കിട്ടും. അതിനകത്ത് ഇങ്ങനെ വരയ്ക്കുക. ഒരു 2 സെന്റിമീറ്റർ ബാക്കിലോട്ട് പുഷ് ചെയ്തിട്ട് ഓഫ്സെറ്റ് ടൂൾ കൊടുക്കുക. എഫ് അടിച്ച് ഓഫ്സെറ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു
സോറി, ഇവിടെ വന്നിട്ട് ഒരു 0.5 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ഇതിന്റെ സെന്റർ ഭാഗം പുഷ് ചെയ്ത് ഡിലീറ്റ് ആയി കളയുക. ഈ ഒരു ഭാഗം ഡിലീറ്റ് ആയി കളയുക. എക്സ്ട്രാ വന്നിട്ടുള്ള ലൈനുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് then ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് മേക്ക് എ കോമ്പോണന്റ് ആക്കുക. നമുക്ക് ഇതിന്റെ വീതി കുറച്ചും കൂടി കൂട്ടാം, 1 സെന്റിമീറ്ററും കൂടി വീതി ഒന്ന് കൂട്ടാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹാൻഡില് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ അതിന്റെ ഒരു കോപ്പി എടുക്കുക, നേരെ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 2 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. ഈ രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ സെന്റർ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് മൂവ് ചെയ്യുക. ഈ ഒരു ഇതിന്റെ സെന്റർ വന്ന് കൊടുന്ന് വെക്കുക. അതിനുശേഷം ഈ ഒരു ഹാൻഡിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊടുന്ന് വെക്കുക. ഇപ്പൊ ഹാൻഡിലും ഓക്കെ. നിലവിൽ നമ്മളെ റെഫറൻസിനകത്ത് ഈ സെയിം ടെക്സ്ചർ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് തൽക്കാലം ഇതന്നെ കൊടുക്കാം. പിന്നെ ഞാൻ എഞ്ചിനീയറോട് ചോദിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് മാറ്റാവുന്നതാണ്. തൽക്കാലം അത് തന്നെ കൊടുത്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കളറിനെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു 10 സെന്റിമീറ്റർ, ഒരു 15 സെന്റിമീറ്ററിന്റെ ഡ്രോയർ കാര്യങ്ങൾ കൊടുക്കാം നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഒരു 15 സെന്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ട് ഒരു 75 സെന്റിമീറ്ററിലോട്ട് നമുക്ക് ഇത് മൂവ് ചെയ്ത് വെക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അളവെടുത്തിട്ട് 75 മാർക്ക് ചെയ്തിട്ട് വെക്കാം. ഞാൻ അപ്പോൾ എനിക്ക് എളുപ്പം, നമ്മൾ മൗസ് ഓൾറെഡി കയ്യിലുണ്ടാവുമല്ലോ, അപ്പൊ പിന്നെ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരെ താഴോട്ടേക്ക് വെക്കും. അതിനുശേഷം ഇവിടുന്ന് നേരെ മുകളിലോട്ട് 75 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഹൈറ്റ് 75ലോട്ട് പോയി നിൽക്കും. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യല്. ഇവിടെ ഒരു പിന്നെ 18 mm ഒരു പീസും കൂടി കാണുന്നുണ്ട് കാലായിട്ട് അതിന്റെ. പിന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ വരിക, ഒരു 2 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് റെക്ടാങ്കിൾ വരയ്ക്കുക. അതിന്റെ നേരെ താഴോട്ടേക്ക് പുഷ് ചെയ്യുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ വരിക, ഇതിനും 2 സെന്റിമീറ്റർ കൊടുക്കുക. ഈ സെന്റർ ഭാഗം നേരെ ഉള്ളിലോട്ട് പുഷ് ചെയ്തിട്ട് 2 സെന്റിമീറ്റർ ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. ഈ സെന്റർ ഭാഗം കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് പ്ലേസ് അടിക്കുക. അതിനുശേഷം ഈ സെന്റർ മാർക്ക് ചെയ്യുക, സെൻട്രൽ ലൈന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 2 സെന്റിമീറ്റർ 0.2 സെന്റിമീറ്റർ, ഇങ്ങോട്ടേക്കും ഒരു 0.4 സെന്റിമീറ്റർ. സെൻട്രൽ വരുന്ന എക്സ്ട്രാ പീസുകളൊക്കെ ഡിലീറ്റ് ആയി കളയുക. 2 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. അതിനുശേഷം അതിനെ ഐസൊലേറ്റ് ചെയ്ത് ഓഫ് ചെയ്യുക. നമുക്ക് റെഫറൻസിലോട്ട് വരുമ്പോൾ അതിന്റെ ബോഡിക്ക് ഈ സെയിം വുഡിന്റെ കളറാണ് വരുന്നത്, കാലിലും അത് തന്നെ വരുന്നത്. അതിന്റെ സെന്റർ പീസിനും നമുക്ക് ഈ ഒരു ലാമിനേഷന് കൊടുക്കാം. പിന്നെ അവിടെ വരുന്നത് ഒരു ഓപ്പൺ സ്റ്റോറേജും 2 പിന്നെ ഷെൽഫും ആണ് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് നോക്കി നമുക്ക് മനസ്സിലാവും, ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ട്. അതായത് ഈ വാർഡ്രോബിന് അത്ര വിടുത്ത് വരുന്നില്ല. അപ്പൊ നമുക്കൊരു 30 കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ടാപ്പ് ടൂൾ കൊടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 30 കൊടുക്കുക. ഒരു 70 സെന്റിമീറ്റർ ഹൈറ്റ് കാണിച്ചിട്ട്, ഐ മീൻ ഈ നമ്മുടെ ടേബിളിന്റെ മുകളിൽ നിന്ന് ഒരു 70 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതിന്റെ മുകളിലോട്ട് ഇവിടെ റെക്ടാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിന് നേരെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പിന്നെ ഇതിന്റെ ഈ ഒരു ഡോറിന്റെ ഈ ഒരു അതിനുശേഷം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, അതിനെ കോപ്പി ചെയ്യുക, കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചിട്ട് അതിനെ പേസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് അതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒരു 0.2 ഓഫ്സെറ്റ് അടിക്കുക. സെന്റർ ഭാഗം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള പീസിനെ ഡിലീറ്റ് ആയി കളയുക. അതിനുശേഷം ഈ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് സെന്റർ ആക്കി വെക്കുക. അതിന് പുറത്തോട്ട് ഒരു 0.2 അടിക്കുക, ഇങ്ങോട്ടും ഒരു 0.4 അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 4 mm ഗ്യാപ്പ് സെന്ററിൽ വരും. ശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള ലൈനുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് 2 സെന്റിമീറ്റർ പുഷ് ചെയ്യാം. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളവിടെ ഡോറ് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സൈഡിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഒരു 2 mm കൂടി അവിടെ ഗ്യാപ്പ് കൊടുക്കാം. ഒരു 3 mm ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൊത്തം ഒരു 5 mm ഗ്യാപ്പ് അവിടെ ഉണ്ടായിക്കോട്ടെ. പിന്നെ അതിന്റെ താഴെ വരുന്ന ഒരു ഓപ്പൺ ബോക്സ് വരുന്നുണ്ട്. ഓപ്പൺ ബോക്സ് വരക്കാനായിട്ട് ഓക്കെ, ഇതിന്റെ പിന്നെ ഈ ഡോറ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ബാക്ക് ഫേസ് സെലക്ട് ചെയ്ത് മുന്നോട്ട് ഒരു പുഷ് ചെയ്യുക, ഒരു 0.2 പുഷ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു 0.3 ഒക്കെ
പുഷ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് കാണും. ഓക്കെ, ഇതിന് താഴെ വരുന്ന ഓപ്പൺ ഷെൽഫ് വരക്കാനായിട്ട് ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാങ്കിൾ വരക്കുക. ഒരു 20 സെന്റിമീറ്റർ. ഇവിടെ ആക്ച്വലി ഇത് 30 സെന്റിമീറ്ററോളം ഉണ്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇതിന് നമുക്ക് 30 ആക്കാം. ടോട്ടൽ 30 സെന്റിമീറ്റർ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിന് നേരെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് വെക്കുക. എന്നിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ മീറ്റർ കൊടുക്കുക. 2 സെന്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുക്കുക. ബാക്കിലോട്ട്. ഓക്കെ, ഇതിനകത്ത് ഈ ഓപ്പൺ ബോക്സിന് നമുക്ക് ഈ ഒരു വുഡിന്റെ ടെക്സ്ചർ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇതിന്റെ ബോഡിക്ക് നമുക്ക് ഈ ഒരു വുഡൻ ടെക്സ്ചറിന് കൊടുക്കുക. ഈ ഡോറിന് നമുക്ക് പിന്നെ ഈ ഒരു ലാമിനേഷൻ തന്നെ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോ ഇതിനകത്ത് ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് ലോഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എഡിറ്റിൽ വരിക. പിന്നെ യൂസ് ടെക്സ്ചർ ഇമേജ് കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും കമ്പനികളുടെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാനിപ്പോ മെറീനോന്റെ ആണ് യൂസ് ചെയ്യുന്നത്. മെറീനോന്റെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. ഇതിപ്പോ തൽക്കാലം ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ വുഡിന് വേണ്ടിയിട്ട് വുഡിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. യൂസ് ടെക്സ്ചർ ഇമേജിൽ വന്നിട്ട് ഈ ഒരു വുഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടെക്സ്ചർ ഒന്ന് സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്ചറിന് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ റൊട്ടേറ്റിൽ 90 കൊടുത്തു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആവും. ഓക്കെ, ഈ ഒരു പീസിന് ഞാൻ ആ ഒരു രീതിയിൽ മാറ്റുന്നുണ്ട്. ഹാൻഡിൽ കാര്യങ്ങളൊക്കെ അത് ഓക്കെയാണ്. പിന്നെ ഈ ഒരു 2 പീസിന് നമുക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് ടെക്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിനും കൂടി നമുക്ക് 4 സൈഡിൽ ലൈന് കൊടുത്തിട്ട് അതിന്റെ ടെക്സ്ചർ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്കൊരു ലാപ്ടോപ്പും കുറച്ച് ഡീകോർ ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ 2 നോബ് കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. നോബ് തന്നെ ഓൾറെഡി നമ്മൾ 3D വെയർഹൗസിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ നോബ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ട ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഇതിനകത്ത് വേറെ എന്തൊക്കെയോ ഫയൽ ഹൈഡായി കിടക്കുന്നുണ്ടെന്ന. അപ്പൊ അതിന് ഞാൻ ചെയ്യുന്ന ഒരു മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സെലക്ട് ചെയ്തിട്ട് അൺഹൈഡ് ചെയ്യും. സോറി, എക്സ്പ്ലോഡ് ചെയ്യും. എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതിലുള്ള സംഭവങ്ങളൊക്കെ സെലക്ട് ആയിട്ട് വരും. അതിന്റെ അകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള ഈ നോബ് മാത്രം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺസെലക്ട് ആവും. എന്നിട്ട് ബാക്കിയൊക്കെ ഡിലീറ്റ് അടിക്കും. ഓക്കെ, ആ രീതിയിലാണ് ഞാൻ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യല്. അതല്ലെങ്കിൽ പിന്നെ ഈ ഫയൽ ഡയറക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ അകത്ത് നിന്ന് ഈ നോബ് മാത്രം കോപ്പി ചെയ്തിട്ടാൽ മതി. അതിനുശേഷം ഇതിന്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്തൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഇവിടെ കൊടുന്ന് വെച്ചിട്ട് മുകളിലോട്ട് 2 സെന്റിമീറ്റർ, ഇങ്ങോട്ടേക്കും ഒരു 2 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഇതിന്റെ കോപ്പി എടുത്ത് ഇവിടെ വെക്കുക. ഇങ്ങോട്ടേക്ക് ഒരു 2 സെന്റിമീറ്റർ. നോബ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഈ ടെക്സ്ചറിന്റെ ഈ ഒരു കട്ടിങ് വരുന്ന ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് വാർഡ്രോബ് കാര്യങ്ങൾ വരച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിന്റെ പിന്നെ ഡീകോർ ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് പിന്നെ
ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിലും സംഭവം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കാണുന്നില്ല എന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ താഴെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് രണ്ടും സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ സെന്ററിലാണ് ലൈറ്റ് കൊടുക്കുന്നത്. ഈ സെന്ററിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ലൈന് മാർക്ക് ചെയ്യുക. അതിനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് 2 സെന്റിമീറ്റർ മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ ലൈന് സെലക്ട് ചെയ്തിട്ട് സെന്ററിൽ കൊടുന്ന് വെക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. നമ്മൾ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കളർ, ഏതെങ്കിലും ഒരു കളർ എടുത്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് മുന്നേ ഒന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് ഞാൻ എൻസ്കേപ്പിലാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. എൻസ്കേപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ അപ്പോഴും മാക്സിമം എൻസ്കേപ്പിൽ തന്നെയാണ് യൂസ് ചെയ്യല്. വളരെ ചെറിയ മാക്സിമം ഞാൻ എൻസ്കേപ്പിൽ തന്നെയാണ് റെൻഡർ എടുക്കല്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻസ്കേപ്പിന്റെ മെറ്റീരിയലും പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. നമുക്ക് വീറാണെന്നുണ്ടെങ്കിൽ വീറാന്റെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് റെഡി ടു യൂസ് ആക്കിയിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം പിന്നെ ഈ ലാമിനേഷൻ സെലക്ട് ചെയ്തിട്ട് ഹൈ ഗ്ലോസി ആണ് വരുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 5-6 കൊടുക്കുക റിഫ്ലക്ഷൻ. പിന്നെ ഈ വുഡ് ഒരു സെമി ഗ്ലോസിയിലോട്ട് കൊണ്ടുവരാം. ഒരു 50-50ന്റെ അടുത്ത് ഇരുന്നോട്ടെ. പിന്നെ ഈ നോബ് നമുക്ക് മെറ്റാലിക് ആക്കണം. റിഫ്ലക്ഷൻ ഫുള്ള് കൂട്ടി, റിഫ്ലക്ഷൻ ഒരു പകുതി 35 ഇട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള 3D മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ, ഐ മീൻ 3D മെഷുകളൊക്കെ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യണം. ലാപ്ടോപ്പ് ഒക്കെ പിന്നെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് എനിക്ക് എൻസ്കേപ്പിന് വേണ്ടിയിട്ട്. എല്ലാ സംഭവത്തിന്റെയും ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഓൾറെഡി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റെക്ടാങ്കിൾ ലൈറ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് സ്കെച്ച് എൻസ്കേപ്പിന്റെ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിന്ന് റെക്ടാങ്കിൾ ലൈറ്റ് എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴോട്ട് 3 വട്ടം കറക്റ്റ് 3 ക്ലിക്ക് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അത് അവിടെ പ്ലേസ് ആയി കിട്ടും. അതിന് ശേഷം അവിടെ കൊടുന്ന് വെച്ചിട്ട് ഇതിന്റെ ലെങ്ത് ഒന്ന് കുറക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിനൊന്ന് അലൈൻ ചെയ്ത് വെക്കുക. ഇവിടെ വെച്ചിട്ട് ഇതിന്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ വെക്കുക. രണ്ടും കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം താഴോട്ട് ഒരു 0.1 കൊടുക്കുക. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത്ര മൾട്ടിപ്പിൾ കോപ്പീസ് എടുത്തിട്ട് അതിനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതെല്ലാതും കൂടി സെലക്ട് ചെയ്യുക. സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് നേരെ മുകളിലോട്ട് വെക്കുക. ഇതിനെ ഇവിടെ ഒന്നും കൂടി സ്കെയിൽ ചെയ്യാനുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഒന്ന് സ്കെയിൽ ചെയ്ത് വെക്കുക. ഇതിനുശേഷം ഇത് എല്ലാതും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ സൂപ്പർ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോസ് ഒക്കെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി എല്ലാവരും പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സംശയങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് വഴി എഴുതി ചോദിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന ട്യൂട്ടോറിയൽസിന്റെ ഒക്കെ മോഡൽ കാര്യങ്ങൾ നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ച് ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.